ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രമീസ് ഫുഡ് ആൻഡ് വ്ളോഗ്. ഇന്ന് ഞാൻ വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഫുഡ് കളർ ഒന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കുന്ന മന്തി റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസാക്കി കട്ട് ചെയ്തെടുത്തതാണിത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. സാധാരണയായി മന്തിയിൽ ഇതിന് പകരമായിട്ട് ഫുഡ് കളറാണ് ചേർക്കാറ്. അപ്പോൾ നിങ്ങൾ ഫുഡ് കളറാണ് ചേർക്കുന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് ചേർക്കേണ്ടത്. ഈ ഒരു പാക്കറ്റിൽ 2 ക്യൂബാണ് ഉണ്ടാവുന്നത്. നമുക്കിപ്പോൾ 2 ക്യൂബ് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഉപ്പൊക്കെ നോക്കി കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1/2 കഷ്ണം പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാപ്സിക്കം ആണ് ചേർക്കേണ്ടത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള 3 ടേബിൾ സ്പൂൺ മല്ലിയിലയും 2 ടേബിൾ സ്പൂൺ പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ കുറച്ച് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു മാഗി ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടോട്ടൽ 3 ക്യൂബാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിവിടെ 2 കപ്പ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. സെല്ല റൈസാണ് മന്തി ഉണ്ടാക്കാൻ സാധാരണ ഉപയോഗിക്കാറ്. സെല്ല റൈസ് പോലെ തന്നെയുള്ള ബാസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സെല്ല റൈസ് ഇല്ലെങ്കിൽ ബാസ്മതി റൈസിലും മന്തി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കൂടുതലും നല്ലത് സെല്ല റൈസ് തന്നെ ഉപയോഗിക്കുന്നതാണ്. ഇനി ഇത് കഴുകിയ ശേഷം 1 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാനായി ഒരു പാനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി വേവിച്ച ശേഷം ഊറ്റിയെടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 4-5 ഗ്രാമ്പു, 2 ഏലക്ക, 3-4 പട്ട, 2 ഉണങ്ങിയ ചെറുനാരങ്ങ അതായത് ഡ്രൈ ലെമൺ, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ അരി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പാനിലേക്ക് മാറ്റിയ ശേഷം അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റിയ ശേഷം ലോ ഫ്ലെയിം ആക്കി കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്ത് വീണ്ടും അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നു നോക്കി 2 സൈഡും തിരിച്ചിട്ട ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചൂടോടുകൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5-6 പച്ചമുളക് ഇതുപോലെ കുത്തിവെച്ച് കൊടുക്കാം. യെല്ലോ കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചാർക്കോൾ കത്തിച്ച ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഓയിൽ ചാർക്കോളിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ പുകയൊന്നും പോകാത്ത രീതിയിൽ അടച്ചു വെച്ച ശേഷം ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മന്തി റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലെ ചാർക്കോൾ മാറ്റിയ ശേഷം ചിക്കൻ പീസസ് എല്ലാം സെപ്പറേറ്റ് ആക്കിയെടുക്കാം. സെർവ് ചെയ്യുമ്പോൾ ഉടഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിക്കൻ പീസസ് എല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ റൈസ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന മന്തി റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു റെസിപ്പിയായി വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.